ഒരു ഗായകൻ പാടി പോകുമ്പോ ഇനി വേദിയിലേക്ക് വരേണ്ടത് ഒരു ഗായികയായിരിക്കും. ആയിരിക്കും. ക്ഷണിക്കുന്നു മിസ്സസ് ഫാരിഷ ഹുസൈൻ. ഫാരിഷ ഹുസൈൻ അബ്ദുൽ അസീസിന്റെയും ഉമ്മാച്ചൂട്ടിയുടെയും മകളും കീബോർഡിസ്റ്റായ ഹുസൈന്റെ പത്നിയുമായ ഫാരിഷ ഹുസൈൻ ലളിതഗാനത്തിനും മാപ്പിളപ്പാട്ടിനും പലതവണ വിജയ കിരീടമണിഞ്ഞ ഫാരിഷ വിവിധ സീഡികളിലും വിദേശ പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. എവിടെ സ്ഥലം ഫാരിഷയുടെ? മലപ്പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു മലപ്പുറം താത്ത അല്ലേ? അല്ല, ശരിക്ക് കറക്റ്റ് ഇങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു മലപ്പുറത്തെ ഒരു മുസ്ലിം ട്രഡീഷണലായിട്ട് വരുന്ന ആ ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക വസ്ത്രധാരണത്തിലൂടെ. റിമി, ഇതൊക്കെ ഇടയ്ക്ക് കണ്ട് പഠിക്കട്ടോ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വേഷം കെട്ടിയൊക്കെ വരാം. ഒറിജിനൽ താത്ത വന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് താത്ത ഇല്ലാണ്ടായി. ഒറിജിനൽ താത്ത വന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് താത്ത ഇല്ലാതെ. ഓക്കെ, നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. മൈലാഞ്ചി എന്തിന് കണ്ണാടി കൈ
നന്നായിരുന്നു. അസലായി. എന്താണ് ജഡ്ജസിന്റെ? പറയത്തക്ക പ്രശ്നങ്ങൾ ഇല്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ശ്രുതി ഇങ്ങനെ ഇടയ്ക്ക് ചാടിപ്പോകുന്നുണ്ട്. പിന്നെ ശ്വാസം വല്ലാതെ അത് വല്ലാണ്ട് പാട്ടിൻ്റെ അതേ വോളത്തിൽ കേൾക്കുകയാണ്. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു. അത് മാത്രമല്ല ആ മണവാട്ടിക്ക് എന്തിന് സുറുമ അതൊന്ന് പാടുമോ? അത് എന്താണ് അതിന്റെ സ്ഥാനം മനസ്സിലാവും? ആ അത് ഒന്ന് രണ്ട് സ്ഥലത്ത് അത് ജമ്പ് ചെയ്തു. മാഷ് ആധികാരികമായിട്ട് പറയേണ്ട ആള് മാഷല്ലേ. മാഷിന്റെ സംഗീതം നിരവധി ഹിറ്റ് ഗാനങ്ങൾ മാഷിൻ്റെതായിട്ടുള്ളതല്ലേ ഹരിഷ? ബാക്കിയെല്ലാം ഗംഭീരായി പാടി. സ്വന്തം കുട്ടിയാണെങ്കിലും സ്വന്തം കുട്ടിയാണെങ്കിലും ഹരിഷാനെ പറഞ്ഞല്ലേ എൻ്റെ സംഗീതത്തിൽ വന്ന പാട്ടിൽ എന്തേലും വന്നാൽ എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ വളരെ വൃത്തിയായിട്ട് പാടി. അല്ല, വേറൊരു സന്തോഷമുണ്ട്. ഞാൻ പറയട്ടെ, ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ സ്വന്തം പാട്ടുകൾ പാടി കേൾക്കുമ്പോൾ, വേദികൾ മറ്റുള്ള ഗായകർ പാടി കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ? തീർച്ചയായിട്ടും വല്ലാത്തൊരു സുഖ. ഒത്തിരി അനുഭവിച്ചിട്ടില്ലേ? ഇനി ബാക്കി കാര്യം ഒത്തിരി അസുഖം അനുഭവിച്ചിട്ടുള്ള? ഓ, അത് കുറെ കഷ്ടപ്പാട്, നല്ല സൈക്കിൾ തന്നെയാ കുറെയൊക്കെ. ഇനി അടുത്ത് നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് താത്ത പറയുന്ന മോളെ എന്തോ ഫാരിഷ നാദർഷ രണ്ട് ഭയങ്കര ചേർച്ച. രണ്ടു പ്രാവശ്യം ഫാരിഷ മിക്ക അറിയാണ്ട് എന്തോന്ന് വെച്ചു. ഒക്കെ പച്ച, രണ്ടാളും പച്ച. അല്ല, ഈ സെറ്റ് പച്ചയാണ്, ആകെ പച്ച. ഫാരിഷയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഇല്ല. ആ പുള്ളിക്കാണ് വലിയൊരു കൈയടി കൊടുക്കേണ്ടത്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ശബ്ദം, ഒരു മാപ്പിളപ്പാട്ടിന് പറ്റിയ ശബ്ദം. അബൂട്ടിക വണക്കം. അബൂട്ടിക എത്രയോ നല്ല നല്ല പാട്ടുകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പട്ട് എന്ന ആൽബം, നസീബ്, പിന്നെ ഏതാ കസവ്, പൊലിവ്, എത്രയോ നല്ല നല്ല കാസറ്റുകൾ ചെയ്ത്. ഇതൊന്നും അല്ല, എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ചില കാസറ്റുകളുടെ പേര് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനിയും നല്ല പാട്ടുകൾ. അതിൽ താളം ചേഞ്ച് ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം സ്ഥിരം പാട്ടുകൾ കാണാത്ത ടൈപ്പ് ആ താളം ചേഞ്ച് ഒക്കെ. അതെ, പക്ഷേ ഇതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത ചിത്രേച്ചി പാടിയ പാട്ടില്ലേ? ചിത്രേച്ചി പാടിയ പാട്ടല്ലേ? അടുത്ത റിമിക്ക് പാടണോ? അത്രേ ഉള്ളൂ. ഒരു ഒറ്റ കോള് അത്രേ ഉള്ളൂ. ഓക്കെ മോളെ.